രാജ്യത്തെ ആദ്യ കൊട്ടേഷൻ പീഡനം. നടി ആക്രമണ കേസിനെ കുറിച്ച് നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്. കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും കൊട്ടേഷൻ നൽകിയവർ രക്ഷപ്പെട്ടു. കാരണം കോടതിയിൽ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ല. ഇനി മറ്റൊരു കൊട്ടേഷൻ ബലാത്സംഗത്തെക്കുറിച്ചാണ്. തിരുവല്ലയിലെ സ്പായിൽ ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസും കൊട്ടേഷൻ എന്നാണ് വിവരം. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഫെബ്രുവരി 1 നടന്ന ഗുണ്ട ആക്രമണത്തിൻ്റെ ചുരുളഴിയുന്നത്. ഇതോടെ പോലീസിനെതിരായ മാസപ്പടി ആരോപണവും ചർച്ചയാവുന്നു. കേരളത്തിൽ സ്പാ സെൻ്ററുകൾ തഴച്ചു വളരുന്നത് പോലീസിൻ്റെ ഒത്താശയിലാണ്. ഗുണ്ടകൾക്കും ക്രിമിനൽ സംഘങ്ങൾക്കും അഴിഞ്ഞാടാൻ അവസരമൊരുക്കുന്നത് ആരാണ്? ആ വാർത്തയിലേക്ക് പോകും മുൻപ് പത്തനംതിട്ട കോന്നിയിൽ +1 വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലേക്കാണ് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ തനിച്ച് പുറത്തുവിടാറുണ്ടോ? എവിടെ പോകുമ്പോഴും സഹോദരങ്ങളോ കൂട്ടുകാരോ ആരെങ്കിലും കൂടെ ഉണ്ടാകുമല്ലേ? കാരണം ഈ ലോകം അങ്ങനെയാണ്. അത്രയ്ക്കും കെട്ട കാലമാണിത്. ഒന്ന് ശ്രദ്ധ മാറിയാൽ എവിടെയും കഴുകൻ കണ്ണുകൾ. പത്തനംതിട്ട കോന്നിയിൽ +1 വിദ്യാർത്ഥിനിക്ക് സംഭവിച്ച ദുരന്തം നമ്മൾ കാണാതെ പോകരുത്. പത്തനാപുരം സ്വദേശിനിയായ അജുമനീസ പൂവൻപാറയിലുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചിരുന്നത്. വീടിന് സമീപത്തുള്ള പാടശേഖരത്തിൽ അവൾ പതിവായി പശുവിനെ മേയ്ക്കാൻ പോകും. എന്നാൽ വൈകുന്നേരമായിട്ടും പെൺകുട്ടി തിരിച്ചു വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. എന്താണ് ആ 17-കാരിക്ക് സംഭവിച്ചത്? മരണത്തിൽ ദുരൂഹതയുണ്ടോ? പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. രാവിലെ 8 മണിക്ക് പശുവിനെ മേയ്ക്കാൻ പോയതായിരുന്നു അജുമനീസ. മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടി കോന്നി പൂവൻപാറയിലുള്ള മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. രാവിലെ പോയ അജുമനീസ ഏറെ നേരമായിട്ടും തിരിച്ചെത്താതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് പാടശേഖരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വെല്ലിച്ചനും വെല്ലമ്മയാണ് ഉള്ളത് വീട്ടിലുള്ളത്. അവർ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് ഉച്ചയ്ക്ക് വന്നപ്പം ഈ കുട്ടിയെ കാണാത്തതുകൊണ്ട് അവർ മറ്റാൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തെല്ലാം തെരച്ചിൽ നടത്തിയപ്പോഴൊന്നും കുട്ടിയെ കാണുന്നില്ല. പിന്നെ കുറേ 10-15 തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഇവിടെ നോക്കിയിട്ടൊന്നും കാണില്ല. ലാസ്റ്റ് ഒരു 5 മണിയോടുകൂടിയാണ്, 5 മണിക്ക് ശേഷമാണ് ഇവിടെ ഈ തെരച്ചിലിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരാൾ ഇവിടെ ഈ ഭാഗത്ത് വന്ന് കുട്ടിയുടെ ഈ ചപ്പാത്തിനകത്ത് കമിഴ്ന്ന് കിടക്കുന്നതായിട്ട് കാണും. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോന്നി പോലീസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. പട്ടാപ്പകൽ ഭീതി പരത്തിയാണ് ഗുണ്ടാസംഘം തിരുവല്ലയിലെ സ്പാ സെൻ്ററിലെത്തിയത്. ആ സമയം അവിടെ ഒരു ജീവനക്കാരി മാത്രം. പുറത്ത് മാരകായുധങ്ങളുമായി 4 പേർ. മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടുന്ന 10 അംഗ സംഘം സ്പായുടെ ഉള്ളിൽ. ഭയന്നു വിറച്ച യുവതി നിലവിളിച്ചതോടെ അവർ വാതിലകത്ത് നിന്ന് പൂട്ടി. പിന്നീട് നീ കൊള്ളാലോ എന്നും പറഞ്ഞ് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായ പീഡനം. മുടിയിലും കയ്യിലും പിടിച്ചു വലിച്ചു. കഴുത്തിൽ കത്തി കൊണ്ട് വരഞ്ഞു. പിന്നീട് ഫോണിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ എന്നാണ് സ്പാ ഉടമയുടെയും ജീവനക്കാരിയുടെയും പരാതി. ഗുണ്ടാപ്പിരിവ് വിരോധം പോലീസിൻ്റെ കഥയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും സ്പാ ഉടമ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം തുടങ്ങി. ഫെബ്രുവരി 1 വൈകുന്നേരം 3:30-ഓടെയാണ് 7-അംഗ ഗുണ്ടാസംഘം തിരുവല്ലയിലെ സ്പായിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത്. പണം നൽകാതായതോടെ സംഘം കഴുത്തിൽ കത്തിവെച്ച് ജീവനക്കാരിയെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളിലൂടെ സംഭവം പുറത്തു വന്നതോടുകൂടിയാണ്
നഗരമധ്യത്തിൽ നടന്ന ക്രൂരബലാത്സംഗത്തിന്റെ കഥ പുറത്തറിയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ഗുണ്ടകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും വ്യക്തമാണ്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 2-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതി മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ 11ഓളം കേസുകൾ ഉൾപ്പെട്ട് കാപ്പ പ്രതിയാണ്. ഗുണ്ടാപ്പിരിവ് നൽകാത്തതുകൊണ്ടാണ് പ്രതികൾ ആക്രമിച്ചതെന്നാണ് ബലാത്സംഗത്തിനിരയായ അതിജീവിത പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും നടപടികൾ എടുത്തിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി ആനന്ദ് വ്യക്തമാക്കി. ആക്ച്വലി സംഭവം നമുക്ക് പരാതി വരും മുൻപ് തന്നെ നമുക്ക് കിട്ടിയ വിവരമാണ്, രഹസ്യ വിവരമാണ്. നമ്മുടെ ഒരു ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കിട്ടിയ വിവരമാണ്. അതിൻ്റെ ബേസിസിൽ നമുക്ക് വിവരം കിട്ടി. അപ്പോൾ ഇമ്മീഡിയറ്റ് SHO തിരുവല്ലക്ക് നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം സ്പോട്ടെത്തി, സംഭവ സ്ഥലത്തെത്തി, അവിടെയുള്ള CCTV പരിശോധിച്ച്, അവിടെയുള്ള വിക്ടിമുടെ ജീവനക്കാരുടെ സംസാരിച്ച് നടന്ന സംഭവം മനസ്സിലായി. അപ്പോൾ തന്നെ മൊഴിയെടുത്ത് അതിൻ്റെ കേസെടുത്ത്, അതുമാത്രമല്ല ആ സ്പോട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രധാന പ്രതിയായ സുബിൻ അലക്സാണ്ടർ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് നടപടികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ടൈംലി ആക്ഷന് പോലീസിലെ ഭാഗത്തിൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ പ്രതിയും കൂടി, 2ാമത് ഒരു പ്രതി, അയാളുടെ സഹപ്രവർത്തകരായിട്ട് ഉണ്ടായ ബിർലിൻ ദാസിയും പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെ പിടിക്കാനുള്ള ഞങ്ങൾ 3-അംഗ സംഘം അവിടെ ഉണ്ട്. തിരുവല്ല DSP സൂപ്പർവൈസറുണ്ട്, ഞാനും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര പെട്ടെന്ന് പിടിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ സംഭവം 1-ാം തീയതി ഇത് സംഭവിച്ചതാണ്. പക്ഷേ ഇത് പരാതികളോ യാതൊന്നോ നമുക്ക് അവർ കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്ത 2-ാം തീയതിയാണ് നമുക്ക് ഇതിനായിട്ടുള്ള വിവരം നമ്മളെ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതാണ്. ആ ഉദ്യോഗസ്ഥർ കിട്ടുന്ന മുറയ്ക്ക് തന്നെ നേരിട്ട് എനിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് DSP വിവരം കൈമാറി. അപ്പോൾ തന്നെ നമ്മൾ തിരുവല്ല SHO ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്തു. അതേസമയം തിരുവല്ലയിലെ പല സ്പാകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി ലഭിക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, DYSP ഓഫീസിലെ ഉദ്യോഗസ്ഥർ, മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്ക് സ്പാകളിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ടെന്നാണ് ആരോപണം. ലൈസൻസ് ഇല്ലാത്തതും അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനാണ് ഈ പണം കൈപ്പറ്റുന്നതെന്നാണ് ആക്ഷേപം. നഗരമധ്യത്തിൽ ആക്രമണം നടന്നിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയതും ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ടാണെന്ന് ആക്രമണം നടന്ന സ്പായിലെ ഉടമസ്ഥൻ ആരോപിക്കുന്നു. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിശദീകരണം ഉണ്ടാകണമെന്നും സേനയിലെ അഴിമതിയെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ആരോപണമുയരുന്ന പശ്ചാത്തലത്തിൽ ആഭ്യന്തരതലത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. ഈ നാട്ടിൽ സിനിമാ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും എന്താ കൊമ്പുണ്ടോ? പീഡന കേസാണേലും തട്ടിപ്പാണേലും ഒരു നിയമലംഘനം നടത്തിയാലും അവരെ തൊടാൻ പോലീസുകാരുടെ മുട്ടിടിക്കും. നടൻ മണിയൻ പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസ് മാത്രം പരിശോധിച്ചാൽ മതി പോലീസിൻ്റെ പക്ഷാപാതപരമായ നടപടി മനസ്സിലാക്കാൻ. തുടക്കം മുതൽ രാജുവിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആക്ഷേപം. രാജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയത് മൂലം വൈദ്യപരിശോധന സമയത്ത് നടന്നില്ല. പോലീസ് വീഴ്ചയിൽ അന്വേഷണം തുടങ്ങിയ തിരുവനന്തപുരം DCP മ്യൂസിയം SHOയുടെ മൊഴിയെടുത്തു. അപകടമുണ്ടായത് മുതലുള്ള പോലീസ് നീക്കങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതേസമയം മണിയൻപിള്ള രാജു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്ന രക്തത്തിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകുമെന്നാണ് സൂചന. അപകടം നടന്ന വ്യാഴാഴ്ച രാത്രി തന്നെ രാജുവിനെ കസ്റ്റഡിയിലെടുക്കാത്തത് മുതൽ പോലീസ് വീഴ്ചയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. കാറും കസ്റ്റഡിയിലെടുത്തില്ല. ഇതോടെയാണ് അന്വേഷണത്തിന് DCPയെ ചുമതലപ്പെടുത്തിയത്. പോലീസ് നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് SHO DCPക്ക് നൽകിയ മൊഴി. പുലർച്ചെ 1 മണിക്കാണ് നടപടി തുടങ്ങിയത്. കാർ കണ്ടെത്താൻ കഴിയാത്തത് സാങ്കേതിക കാരണങ്ങൾ മൂലമാണ്. അപകടം നടന്ന വിവരം ലഭിച്ചതു മുതൽ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം DCP പരിശോധിക്കും. സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട്. തുടക്കം മുതൽ രാജുവിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആക്ഷേപം. രാത്രിയിൽ വീട്ടിലെത്തിയ പോലീസ് രാജു അവിടെയില്ലെന്ന് പറഞ്ഞു മടങ്ങി. മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്ന് പറഞ്ഞു. പോലീസ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന റോഡിലെ CCTV പരിശോധിച്ച് രാത്രി തന്നെ കാർ കസ്റ്റഡിയിലെടുത്തില്ല. രാജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയത് മൂലം വൈദ്യപരിശോധന സമയത്ത് നടന്നില്ല.
ഇന്നലെയും രാജു പറഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ ഹാജരാകാൻ അനുവദിച്ചു. പരിശോധനയ്ക്ക് രക്തസാമ്പിൾ കെമിക്കൽ ലാബിലേക്ക് അയച്ചത് അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം മാത്രമാണ്. ഇനി കൃത്യമായ പരിശോധന ഫലം കിട്ടാനുള്ള സാധ്യത കൂടി പോലീസ് ഇല്ലാതാക്കിയതെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. അധികം കഷ്ടപ്പെടാതെ ശരീരം അനങ്ങാതെ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മലയാളികൾ പൊതുവെ ഇങ്ങനെ സുഖിച്ച് ലാഭം കൊയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും തട്ടിപ്പുകൾക്ക് ഇരകളാകുന്നത്. പാലക്കാട് ഷെയർ മാർക്കറ്റിലൂടെ കൂടുതൽ വരുമാനം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തെക്കുറിച്ച് പരിശോധിക്കണം. കുളപ്പള്ളി സ്വദേശിയെ കബളിപ്പിച്ച് 11 ലക്ഷം രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. കേസിൽ ചെർപ്പുളശ്ശേരി സ്വദേശി മുഹമ്മദ് അഫ്സലിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് സംശയം. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട്, സുഹൃത്തുക്കൾ, സഹായികൾ എന്നിവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് പറഞ്ഞു. കുളപ്പള്ളി സ്വദേശിയെ കബളിപ്പിച്ച് 11 ലക്ഷം രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം കൊയ്യാമെന്നായിരുന്നു മുഹമ്മദ് അഫ്സലിന്റെ വാഗ്ദാനം. ഇങ്ങനെയാണ് കുളപ്പള്ളി സ്വദേശിയായ യുവാവിനെ സമീപിച്ചത്. പരാതിക്കാരനിൽ നിന്ന് പണം സ്വീകരിച്ച അഫ്സൽ പിന്നീട് തട്ടിപ്പ് നടത്തുകയായിരുന്നു. പ്രതി ബാങ്ക് അക്കൗണ്ട് വഴിയും നേരിട്ടും പണം സ്വീകരിച്ചു. ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയാണ് പോലീസ് പ്രതിയിലേക്കെത്തിയത്. ഇയാൾ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്തെന്നാണ് വിവരം. എന്നാൽ നിലവിൽ മറ്റാരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. അഫ്സലിനെ കൂടാതെ തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് സൂചന. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട്, സുഹൃത്തുക്കൾ, സഹായികൾ എന്നിവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. നമ്മുടെ നാട്ടിലെ പല വീടുകളിലും വൃദ്ധ മാതാപിതാക്കൾ ഇപ്പോൾ തനിച്ചാണ് താമസിക്കുന്നത്. മക്കളെല്ലാം വിദേശത്ത്. സഹായത്തിന് പോലും ഒരാളെ കിട്ടാത്ത സാഹചര്യം. അതിനിടെ ഒരു ബാങ്ക് ഇടപാടോ മറ്റ് ഡിജിറ്റൽ ഇടപാടോ ആവശ്യമുണ്ടെങ്കിൽ അപരിചിതരായവരുടെ സഹായം തേടേണ്ട ഗതികേട്. അങ്ങനെയാണ് പലരും തട്ടിപ്പിനിരകളാകുന്നത്. ആലപ്പുഴയിൽ വിരമിച്ച ബാങ്ക് ജീവനക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്ന് പെൻഷൻ പാസ്ബുക്ക് ഓൺലൈനായി പുതുക്കി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത് 5 ലക്ഷത്തോളം രൂപയാണ്. മുൻ SBI ഉദ്യോഗസ്ഥൻ ആലപ്പുഴ തിരുവമ്പാടി സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. സംഭവത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തട്ടിപ്പുകാർ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ഒറ്റ രാത്രി കൊണ്ട് 5.38 ലക്ഷം രൂപയാണ് നഷ്ടമായത്. പരാതിക്കാരൻ ലിങ്ക് ക്ലിക്ക് ചെയ്തതോടെ മൊബൈലിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും അതിലൂടെ അക്കൗണ്ടിൽ നിന്നും പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റം ചെയ്യപ്പെടുകയും ചെയ്തുവെന്നാണ് നിഗമനം. പെൻഷൻ പാസ്ബുക്ക് പുതുക്കി നൽകുമെന്ന സമൂഹമാധ്യമ പരസ്യം കണ്ട് ജനുവരി 31 രാത്രി 10 പരാതിക്കാരൻ അതിനോടൊപ്പമുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തത്. വീട്ടിൽ നിന്ന് SBI ശാഖയിലേക്ക് ദൂരം കുറവാണെങ്കിലും പക്ഷാഘാതം വന്ന കിടപ്പിലായതിനാൽ യാത്ര ചെയ്യാൻ കഴിയാത്തതിനാലാണ് പരസ്യത്തിൽ വിശ്വസിച്ച് ലിങ്ക് ക്ലിക്ക് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് രാത്രി സമൂഹമാധ്യമത്തിലൂടെ തട്ടിപ്പുകാർ പലതവണ ബന്ധപ്പെട്ടിരുന്നു. പിറ്റേന്ന് രാവിലെ 10 വാട്സാപ്പിൽ വിളിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പെൻഷൻ ബുക്ക് വാങ്ങാൻ ഇങ്ങനെയൊരു അപേക്ഷ ആവശ്യമില്ലെന്നറിയാവുന്നതിനാൽ സംശയം തോന്നി. കോൾ കട്ട് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 7 തവണകളിലായി 5,38,498 രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കിയിരുന്നു. ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകി. അന്വേഷണം തുടങ്ങിയതായി ഇൻസ്പെക്ടർ VD റജിരാജ് പറഞ്ഞു.
ന്യൂസ് 18 ആലപ്പുഴ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനർ അടൂർ പ്രകാശും തമ്മിൽ എന്താണ് ബന്ധം? ഇവർക്കിടയിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ? ഇക്കാര്യങ്ങൾ അറിയാൻ അടൂർ പ്രകാശ് MPയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പോറ്റി അടക്കമുള്ള പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. SIT നടപടിയിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ലെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതിനിടെ കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെയുള്ള SIT റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെ എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ അടൂർ പ്രകാശിന് SIT നോട്ടീസ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്തെ SIT ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സ്വർണം വിറ്റവരും വാങ്ങിയവരുമായി സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്തിയ കൂടിക്കാഴ്ചകളടക്കമുള്ള വിഷയങ്ങളാണ് SIT പ്രധാനമായും അടൂർ പ്രകാശിൽ നിന്നും ചോദിച്ചറിഞ്ഞത്. പോറ്റിയുടെ കാര്യങ്ങളടക്കം അറിയേണ്ടതെല്ലാം ചോദിച്ചുവെന്നും എല്ലാ ചോദ്യങ്ങൾക്കും താൻ കൃത്യമായി മറുപടി പറഞ്ഞുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സാമ്പത്തിക ഇടപാടുകൾ ചോദിച്ചില്ലെന്നും ചോദ്യം ചെയ്യലിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിന് ചോദിച്ചായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാണ്, ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടുമായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി SIT കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണ്. അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അടൂർ പ്രകാശിന് പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രാവിലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇരുവരും തമ്മിൽ നടന്ന സമ്മാന കൈമാറ്റത്തിലടക്കം SIT വിശദീകരണം തേടി. ഒരേ ചോദ്യങ്ങളിൽ ഇരുവരുടെയും ഉത്തരം തേടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് അന്വേഷണം നടത്തുമെന്ന് നേരത്തെ തന്നെ SIT വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെയെന്ന് കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെയുള്ള SIT റിപ്പോർട്ടിൽ പരാമർശം. നിലവിൽ തന്ത്രിക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നുണ്ടെന്നും ജാമ്യം നൽകേണ്ടതില്ലെന്നുമാണ് SIT വാദം. അതേസമയം അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസും നെടുമ്പറമ്പിൽ ഫിനാൻസിലെ തട്ടിപ്പ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തന്ത്രി കണ്ഠരര് രാജീവര് ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നെന്ന ആരോപണത്തിനിടെയാണ് നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഓഫീസിൽ ED റെയ്ഡ് നടന്നത്. പിന്നാലെ സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. 44.5 കോടിയുടെ ആസ്തിയാണ് മറിച്ചത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. എന്നാൽ തന്ത്രി ഇവിടെ പണം നിക്ഷേപിച്ചിട്ടില്ലെന്നാണ് സ്ഥാപന ഉടമ NM രാജുവിന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് നിക്ഷേപമുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ തെളിവുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എന്നിവ ED പിടിച്ചെടുത്തു. നിക്ഷേപ തുക ഉപയോഗിച്ച് സ്ഥാപന ഉടമ NM രാജുവും കൂട്ടാളികളും വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. സ്വർണ്ണപ്പണ ഇടപാടുകൾക്കും മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കുമായും തുക വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് 2024 ജൂലൈ 1 EDയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. നിക്ഷേപം തിരികെ നൽകാത്തതിനെ തുടർന്ന് രാജു, ഭാര്യ ഗ്രേസ്, മക്കൾ എന്നിവരെ
2024 മെയ്യിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തട്ടിപ്പിന്റെ വ്യാപ്തിയും ഗുണഭോക്താക്കളെയും കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ED അറിയിച്ചു. തന്ത്രി കണ്ഠർ രാജീവർ ഇവിടെ 2.5 കോടി രൂപ നിക്ഷേപിച്ചു എന്നും എന്നാൽ സ്ഥാപനം പൂട്ടിയിട്ടും പരാതി നൽകിയില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു EDയുടെ റെയ്ഡ്. എന്നാൽ നെടുമ്പറമ്പിൽ തന്ത്രി പണം നിക്ഷേപിച്ചിട്ടില്ലെന്നും 1 മാസമായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും NM രാജു പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ മറ്റൊരു CJ റോയി ആകാമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ എല്ലാവർക്കും നല്ല സമയങ്ങളും ഉണ്ടാകും, ദുർഘട സമയങ്ങളും ഉണ്ടാകും. ബിസിനസ്സിലും അത് തന്നെയാണ്. വലിയ നിലയിൽ നിന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ അതിന്റെ ആഘാതം കൂടുതലായിരിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ശൂന്യതയിൽ നിന്ന് നമ്മൾക്ക് വളരാൻ പറ്റുമെങ്കിൽ തകർച്ചയിൽ നിന്ന് നമ്മൾക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾക്ക് തിരിച്ചു വരാനും സാധിക്കും. കേരള കോൺഗ്രസ് എം മുൻ സംസ്ഥാന ട്രഷററും പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റുമാണ് രാജു. കേരളത്തിൽ പലയിടത്തിലും 150ഓളം ശാഖകൾ ഉണ്ടായിരുന്ന സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ ഫൈനാൻസ്. ന്യൂസ് 18 കൊച്ചി. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം നമ്മൾ കേൾക്കുന്നത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ പോലും ഇപ്പോൾ അതിൽ പരിതപിക്കുന്നുണ്ട്. അതിനിടെയാണ് ചില വെളിപ്പെടുത്തലുകൾ. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ രംഗത്തെത്തി. കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സുധീർ മൊഴി നൽകിയത്. സോളാർ പരാതിയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തത് ഗൂഢാലോചന എന്ന പരാതിയിലാണ് മൊഴി. 2011 മുതൽ 2013 വരെ ഗണേഷിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ മലയിൽ. പത്തനാപുരത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കോടതിയിലുണ്ടായത്. സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. സോളാർ കേസ് വീണ്ടും ഇലക്ഷനിൽ ചർച്ചയാവുകയാണ്. അന്ന് ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീർ മലയിലാണ് ഒരു നിർണായക വിധി കോടതിയിൽ നൽകിയത്. സുധീർ മലയിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിരക്കാം. സുധീർ, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ കൊഴുക്കുകയാണ്. എന്താണ് കോടതിയിൽ ഇപ്പോൾ നമ്മൾ നൽകേണ്ടതായ ഒരു മൊഴിയുടെ സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ ഈ മൊഴി നൽകിയതല്ല, അതായത് 2021 കൊട്ടാരക്കര കോടതിയിൽ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അതായത് ഈ സോളാർ ഗൂഢാലോചന കേസിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ലൈംഗിക ആരോപണ കേസിൽ പെടുത്തിയത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള മൊഴികളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അത് സത്യമായി തന്നെ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ചിലതൊക്കെ നമ്മളോട് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ സമർത്ഥിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കൊട്ടാരക്കര കോടതിയിൽ 18 പേജുള്ള ഒരു പരാതി എങ്ങനെ 24 പേജായി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് നിലനിന്നത്. ആ അഡീഷണൽ പേജ് വന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ കോടതിയിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്നത്? അഡീഷണൽ പേജ് വന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അതായത് രണ്ടാമത് ഇതിനകത്ത് എഴുതി ചേർക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് എന്റെ ഭാഗം ഞാൻ കോടതിയിൽ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗൂഢാലോചനയുടെ സത്യം ചുരുളഴിച്ച് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന സത്യങ്ങൾ മൊഴിയായി ഞാൻ കോടതിയിൽ കൊടുത്തിരിക്കുന്നതുമാണ്. അതിൽ ആദ്യമുണ്ടായിരുന്ന ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിൽ, അതായത് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെക്കുറിച്ചോ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചോ UDF നേതാക്കന്മാരെ കുറിച്ചോ വലിയ ലൈംഗിക ആരോപണ പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇദ്ദേഹം മന്ത്രിയാകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ വീണ്ടും അതിനകത്ത് ആഡ് ചെയ്ത് എഴുതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം. അല്ല, അങ്ങനെ നിർബന്ധ ബുദ്ധിയാൽ ഈ പേര് എഴുതി ചേർക്കാൻ ഉമ്മൻചാണ്ടി സാറുമായിട്ട് അത്രയ്ക്ക് വൈരാഗ്യം വരത്തക്കീഴിൽ എന്തെങ്കിലും നടപടി മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മറ്റൊരു വൈരാഗ്യവും വരാൻ ഒരു കാരണവുമില്ല. മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അതായത് അദ്ദേഹം രാജിവെച്ചത്
അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിൽ, ഗാർഹിക കേസിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ആകുന്ന സാഹചര്യത്തിൽ ഒരു മന്ത്രി തന്റെ മന്ത്രിസഭയിലെ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അറസ്റ്റിലാകുകയാണെങ്കിൽ അറസ്റ്റിലായാൽ അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ടും ഇടതുപക്ഷ സംഘടനകൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. എന്നാൽ ആ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനും ബഹുമാനായ ഉമ്മൻചാണ്ടി സാറും അദ്ദേഹം ചുമതലപ്പെടുത്തിയ ശ്രീമാൻ ഷിബു ബേബി ജോൺ സാറും അശ്രാന്ത പരിശ്രമം നടത്തി ആ കേസ് ഒരു രമ്യതയിൽ ഒത്തുതീർപ്പാക്കി. കേസ് ഒത്തുതീർപ്പാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തിരികെ മന്ത്രിയാക്കും എന്ന് അദ്ദേഹം കരുതുകയും അദ്ദേഹം മന്ത്രിയായി തിരികെ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തിരികെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിഞ്ഞില്ല. എടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് അതിശക്തമായ വൈരാഗ്യമുണ്ടാവുകയും ഏതുവിധ ഉമ്മൻചാണ്ടിയെയും മന്ത്രിസഭയെയും തകർക്കും എന്ന വാശിയോടുകൂടി ഇറങ്ങിത്തിരിച്ചത്. അപ്പം ആ ഒരു വാശിയുടെ പ്രതിഫലനമാണ് ഈ സോളാർ കേസും അതിൽ പിന്നീട് ഉരുത്തിരിഞ്ഞു വന്ന സംഭവ വികാസങ്ങളും എന്നാണ് സുധീർ മലയിൽ പറയുന്നത്. എന്തായാലും പത്തനാപുരത്തെ തിരഞ്ഞെടുപ്പ് രംഗം ശക്തി പ്രാപിക്കുമ്പോൾ സോളാർ വിഷയം വീണ്ടും ചർച്ചയാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കൊച്ചിയിലേക്ക് എത്തുകയാണ്. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. റോയിയുടെ മരണത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകും വരെയും ഭാര്യയും മക്കളും ബംഗളൂരുവിൽ തുടരണമെന്ന് SIT നിർദ്ദേശിച്ചിട്ടുണ്ട്. റോയിയുടെ മകൻ്റെ മൊഴിയിൽ അവ്യക്തത തുടരുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ മതിയായ രേഖകൾ ഹാജരാക്കാനും SIT നിർദ്ദേശം നൽകി. CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകളും അതോടൊപ്പം തന്നെ മൊഴിയെടുപ്പും അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. കൊച്ചിയിൽ വൈകാതെ തന്നെ ആ സംഘം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലെ ആസ്ഥാനത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്തടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. ഇവിടെയുള്ള ജീവനക്കാരിൽ നിന്നടക്കം മൊഴിയെടുപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങിയത് കൊച്ചിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. പിന്നീടാണ് ബംഗളൂരുവിലേക്ക് ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും ഇവിടെ എന്താണ്, ഏത് രീതിയിലുള്ള ഇടപാടുകളിലാണ് കൂടുതൽ പരിശോധനകൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തേടും. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബംഗളൂരുവിലുള്ള റോയിയുടെ കുടുംബത്തോട് അവിടെ വിടരുത്, കാരണം ഇനിയും വിശദാംശങ്ങൾ അറിയാനുണ്ട് എന്നത് അന്വേഷണ സംഘം അവരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ബംഗളൂരുവിൽ തന്നെ തുടരാനാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെയാണ് ഈ റോയിയുടെ മകനിൽ നിന്ന് ഈ ബിസിനസ് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചില വിവരങ്ങൾ അന്വേഷണ സംഘവും മറ്റും ആരാഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങളും ലഭ്യമാകാനുണ്ട്. കുറേ കൂടി വിശദാംശങ്ങൾ ഹാജരാക്കണം എന്ന ആവശ്യവും അവർക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനകൾ എങ്ങനെയുള്ളതായിരുന്നു, ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഒപ്പം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ റോയിയുടെ കുടുംബം ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ അതൊരു പരാതിയായി ഇതുവരെയും നൽകിയിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിനോ ആർക്കും തന്നെ പരാതിയായി നൽകിയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ അങ്ങനെയൊരു പരാതി ഉണ്ടെങ്കിൽ അത് നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കും കടന്നു പോകും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച്, ഇൻ്റർനെറ്റ് കോളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അവസാന ഘട്ടത്തിൽ ആരായിരുന്നു വിളിച്ചിരുന്നത്, ഇവരുടെ ഫോൺ കോളുകൾ എന്തായിരുന്നു, ഒപ്പം തന്നെ നിക്ഷേപകർ ആരായിരുന്നു എന്നതിൽ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പലരും സിനിമാ മേഖലയിലുള്ള പലരും തന്നെയും നിക്ഷേപകരായിട്ടുണ്ടായിരുന്നു. ചിലർ നിക്ഷേപം തിരികെ ചോദിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നത് പലയിടങ്ങളിലും തന്നെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അടക്കം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായൊരു അന്വേഷണം തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.